എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വാഴക്കൂമ്പ് കൊണ്ട് ഒരു തോരൻ വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പാളയംകുടം വാഴയുടെ കൂമ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പാളയംകുടം വാഴയും നേന്ത്രവാഴയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ വാഴകളുടെയൊക്കെ കൂമ്പ് ചെറിയ കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ. റോബസ്റ്റ് വാഴയുടെയും പൂവൻ വാഴയുടെയും കൂമ്പ് നല്ല കയ്പ്പായിരിക്കും, അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഈ വാഴക്കൂമ്പൊക്കെ അരിയുമ്പോൾ എപ്പോഴും സ്റ്റീൽ കത്തി ഉപയോഗിച്ച് അരിയാണ് കൂടുതലും നല്ലത്. മറ്റേത് കറയിളകും. ഇരുമ്പ് കത്തിയാകുമ്പോൾ അതിൻ്റെ കറയിളകും, അരിഞ്ഞു വരുമ്പോൾ കറുത്തിരിക്കും. അപ്പോൾ നമുക്കിത് അരിയാൻ തുടങ്ങാം. അരിയുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചുണ്ടൊന്ന് മുറിച്ച് കളയാം, എന്നിട്ട് ഇത് കൊത്തി അരിയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചോപ്പറൊക്കെ ഉള്ള കാരണം ചോപ്പറിൽ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഈ വാഴക്കൂമ്പ് അരിഞ്ഞതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഇനി കൊത്തിയരിയുന്നത് ഇങ്ങനെ കൊത്തിയരിയാം. നമുക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതിൻ്റെ മൂത്ത പോളയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് മൂത്തൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ കറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തിരുമ്മി വയ്ക്കാം. അരിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ കൂന് കാണാം. ആ കൂന് ഇതിൽ അരിഞ്ഞിട്ടുണ്ടാണ്, അത് കളയാനുള്ളതാണ്. കളയാം. ഇപ്പം ഇതിൻ്റെ കളറ് കണ്ട, ഒട്ടും കറളകിയിട്ടില്ല. അതേസമയം ഇരുമ്പ് കത്തി കൊണ്ടാണ് അരിയുന്നതെന്നുണ്ടെങ്കിൽ ഇത് കറളകി കറുത്തിരിക്കും, കയ്യുമ്മൽ കറയായിട്ടില്ല. ഇത് കറളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വയ്ക്കാം. കുറച്ചധികം സമയം ഇരിക്കുമ്പോൾ ഇത് കറക്കും, എന്തായാലും കറക്കും കേട്ടോ. കറക്കാണ്ടിരിക്കില്ല, എന്നാലും വല്ലാണ്ട് കറളകി കറുത്തിരിക്കില്ല. ഇനി എനിക്ക് ഒരു സവാള അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടാം. ഇതൊന്ന് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് നാളികേരം ഇടാം, കുറച്ച് ഒരു പിടി നാളികേരം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇടാം. അതിലേക്ക് കുറച്ച് അരിമണി ഇടാം. മുളകിടാം. ഇളക്കി കൊടുക്കാം. ഇതിൽ നേരത്തെ കറിവേപ്പില ഇട്ടുണ്ടായില്ല, അത് 2 തണ്ട് ഇടാം. നല്ലപോലെ ഒതുക്കി കൂട്ടിയിട്ട് തീ കുറച്ചിടാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിടാം. ഇതിലൊട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വയ്ക്കാം.
അത് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് പരത്തിയിട്ട് വേവിക്കാം. ഒന്ന് വലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒന്നും ഇങ്ങനെ പരത്തിയിടാം. കുറച്ച് സമയം ഇങ്ങനെ കിടക്കട്ടെ, ഒന്ന് വലിയിട്ടാം. ഇതൊന്ന് വലിഞ്ഞ് വരുമ്പോൾ ഇത് ഓഫ് ചെയ്തിടാം. ഇങ്ങനത്തെ വെള്ളമൊക്കെ വറ്റി വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മതി, ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം.